ഹായ് ഹലോ നമസ്കാരം. P3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് മോക്ക് ടെസ്റ്റുമായിട്ടാണ്. നാളെയാണ് നമ്മുടെ പരീക്ഷ. അപ്പോൾ ഒന്ന് വേഗത്തിൽ ജസ്റ്റ് ഒന്ന് എഴുതി പോവുക. ഞാൻ ചോദ്യം വായിച്ച് അപ്പോൾ തന്നെ ഉത്തരം പറയാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും, ആ സമയത്തിനകത്ത് തന്നെ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചോദ്യം വായിക്കുന്നു, അപ്പോൾ തന്നെ ഉത്തരം പറയുന്നു. അങ്ങനെ നമ്മളൊരു 10-20 ചോദ്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക. ഉറൂബ് രചിച്ച സുന്ദരന്മാരും സുന്ദരികളും എന്ന കൃതി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം, പഴശ്ശി വിപ്ലവം, കുറിച്യാർ കലാപം, നിവർത്തന പ്രക്ഷോഭം എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ചോദ്യം സുന്ദരികളും സുന്ദരന്മാരും. ഓക്കെ, നോക്കണം. ഉറൂബ് രചിച്ചതാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഉറൂബിൻ്റെയാണ് കൃതി. അത് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. സുന്ദരികളും സുന്ദരന്മാരും ആരുടെ കൃതിയാണ്? ഉറൂബിൻ്റെയാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഇപ്രകാരം പറഞ്ഞ നവോത്ഥാന നായകൻ ആര് എന്നാണ് ചോദ്യം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഇപ്രകാരം പറഞ്ഞതാര്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. മൂന്നാമത്തെ ചോദ്യം. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് ആരാണ്? മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് നോക്കണം. KP ശങ്കരമേനോൻ, GP പിള്ള, ഡോക്ടർ പൽപ്പു, CV രാമൻപിള്ള എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ, 2 GP പിള്ള, 3 ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. ഇങ്ങനെയാണ് വരിക. ഓക്കെ അല്ലേ? നാലാമത്തെ ചോദ്യം. അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യമല്ല ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദ്യം. സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്. നോക്കണം. അന്യരുടെ പരിശ്രമം കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യമല്ല ആരുടെ വാക്കാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. അഞ്ചാമത്തെ ചോദ്യം. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? ഹോമി ജഹാംഗീർ ബാബ, വിക്രം സാരാഭായ്, സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ, APJ അബ്ദുൽ കലാം എന്നിങ്ങനെയാണ് ഓപ്ഷൻ. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ APJ അബ്ദുൽ കലാമാണ് കേട്ടോ. APJ അബ്ദുൽ കലാമാണ്. മഴക്കാലത്ത് ചുമരിൽ നനവ് പടരുന്നത് എന്തുമൂലം? മഴക്കാലത്ത് ചുമരിൽ നനവ് പടരുന്നത് എന്തുമൂലം? ഗുരുത്വാകർഷണം, ഘർഷണബലം, അപവർത്തനം, അതുപോലെ തന്നെ കേശികത്വം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. മഴക്കാലത്ത് ചുമരിൽ നനവ് പടരുന്നത് എന്താണ്? കേശികത്വം മൂലമാണ്. ഏഴാമത്തെ ചോദ്യം. തറയിൽ വിരിച്ചിട്ടുള്ള കാർപ്പറ്റ് വൃത്തിയാക്കുന്നതിന് വേണ്ടി വടി ഉപയോഗിക്കുന്നു. ഓക്കെ, കാരണം നിശ്ചല ജഡത്വം, ചലന ജഡത്വം, അസന്തുലിത ബാഹ്യബലം, സന്തുലിത ആന്തരിക ബലം. ഇങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. തറയിൽ വിരിച്ചിട്ടുള്ള കാർപ്പറ്റ് ഉണ്ടല്ലോ, അത് വൃത്തിയാക്കാൻ വടി കൊണ്ട് എന്ത് ചെയ്യുന്നു? അടിക്കുന്നു. ആ വടി ഉപയോഗിക്കുന്നു. അതിനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം നിശ്ചല ജഡത്വമാണ് കേട്ടോ. നിശ്ചല ജഡത്വമാണ്. ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ആ പൊടി എന്ത് ചെയ്യും? ഉറപ്പായിട്ടും വെളിയിലേക്ക് വരും. എട്ടാമത്തെ ചോദ്യം. സെറികൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെമ്മീൻ കൃഷി, പഴം പച്ചക്കറി കൃഷി, മുയൽ വളർത്തൽ, പട്ടുനൂൽ പുഴു വളർത്തൽ. സെറികൾച്ചർ ആണ് ചോദ്യം. ഓക്കെ, മുയൽ വളർത്തൽ എന്താണെന്ന് അറിയാലോ. എന്താണ്? ക്യൂണിക്കൾച്ചർ ആണ് അല്ലേ. അപ്പോൾ പട്ടുനൂൽ പുഴു വളർത്തലാണ് ഉത്തരം വരിക. സെറികൾച്ചർ, പട്ടുനൂൽ പുഴു വളർത്തൽ. ഒൻപതാമത്തെ ചോദ്യം. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം? നിശാന്തത, അനീമിയ, വായ്പുണ്ണ്, സ്കർവി. ഉത്തരം നോക്കിയേ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവിയാണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം. പത്താമത്തെ ചോദ്യം. ജീവികളെ സസ്യങ്ങളെന്നും ജന്തുക്കളെന്നും രണ്ടായി തിരിച്ച ശാസ്ത്രജ്ഞനാര്? കാൾ വൗസ്, റോബർട്ട് H വിറ്റാക്കർ, ജോൺ റേ, കാൾ ലീനിയസ് എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ചോദ്യം. അതിൻ്റെ ആളാരാണെന്ന് ചോദിച്ചാൽ കാൾ ലീനിയസ് ആണ്. ആരാണ്? കാൾ ലീനിയസ് ആണ്. 11ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ഏതു കാര്യമാണ്
ബോബോ-ഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത്? ബോബോ-ഡോൾ എക്സ്പെരിമെൻറ്റിലൂടെ സാധൂകരിക്കുന്നത് ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധനമാണ് പഠനം. ഓക്കെ, ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധനമാണ് പഠനം. ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നു. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മികച്ചതാണ് അതിൻ്റെ സമഗ്രത. കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബോബോ-ഡോളുമായി ബന്ധപ്പെട്ട പരീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്കിവിടെ ഉത്തരം കിട്ടും. ദൃശ്യമാധ്യമങ്ങളിലൂടെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാണിത്? ഓപ്ഷൻ ബിയുമായി ബന്ധപ്പെട്ടതാണ്. അല്ലേ? ചോദ്യം ബോബോ-ഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത് എന്താണ്? ദൃശ്യമാധ്യമങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ, സിനിമ, അല്ലേ, ടെലിവിഷൻ, ഇതിലൊക്കെ കാണുന്ന ഓരോ കാര്യങ്ങളും കുട്ടികൾ അനുകരിക്കുന്നുണ്ട്, അതിനെ അവലംബിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവരുടെ പെരുമാറ്റം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അനുകരിക്കുന്നുണ്ട്. അതാണ് ഈ ബോബോ-ഡോളുമായി ബന്ധപ്പെട്ടത്. 12ാമത്തെ ചോദ്യം, മനുഷ്യനിലെ ലൈംഗിക ത്വരയുടെ ശക്തി അഹം, ലിബിഡോ, അപ്യഹം, ഇത്. ഏതാണ്? ലിബിഡോ ആണ്. 13ാമത്തെ ചോദ്യം, വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ ഏതായിരിക്കും? ഉദാത്തീകരണം, യുക്തീകരണം, അനുപൂരണം, ദമനം. ചോദ്യം, വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ. ഉത്തരം ദമനമാണ് കേട്ടോ, റിപ്രഷനാണ്. 14ാമത്തെ ചോദ്യം, ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്ന പഠനം. ഫലനിയമം, അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ശ്രമപരാജയം. ഏതായിരിക്കും? ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുന്നു, തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുന്നു. ശ്രമപരാജയമാണ് കേട്ടോ, ശ്രമപരാജയമാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. 15ാമത്തെ ചോദ്യം, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വിവിധ വിഷയങ്ങളെ ഉദ്ഗ്രഥിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം. ജാതി, മത, വർഗ, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹിക വ്യത്യാസമില്ലാതെയുള്ള വിദ്യാഭ്യാസം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസം. ആൺപെൺ വിവേചനമില്ലാത്ത പൊതുവിദ്യാഭ്യാസം. എന്താ ചോദ്യം? ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടെ എന്താ വരിക? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസമാണ് എന്ത്? ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 16ാമത്തെ ചോദ്യം, വെള്ളായിയപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണ്? അല്ലേ, കടൽ തീരത്തിലെ കഥ. ഒ വി വിജയൻ്റെ കടൽ തീരത്തിലാണ് വെള്ളായിയപ്പൻ എന്ന് പറയുന്ന മലയാളത്തിലെ അനശ്വരമായ ഒരു കഥാപാത്രം ഉള്ളത്. അത് ഏത് കഥ എന്നാണ് ചോദ്യം. കുപ്പിവളകൾ, മാണിക്യൻ, കടൽ തീരത്ത്, കടലിൻ്റെ വക്കത്തൊരു വീട്. ഉത്തരം കടൽ തീരത്താണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രളയം എന്ന ആശയം എല്ലാ കുട്ടികളിലും എത്തിക്കുന്നതിനായി താഴെ പറയുന്ന ഏത് പ്രവർത്തനമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? കേരളത്തിലെ പ്രളയം എന്ന ആശയം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ പദ്യപാരായണം, ബി പ്രസംഗരീതി, സി വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രദർശനം, ഡി ഉപന്യാസ രചന. ചോദ്യം എന്താണ്? പ്രളയം ഈ ആശയം എല്ലാ കുട്ടികളിലും എത്തിക്കണം. അതിനായിട്ട് ഏത് പ്രവർത്തനമാണോ ഏറ്റവും അനുയോജ്യം? പദ്യപാരായണമാണോ, പ്രസംഗരീതിയാണോ, പ്രളയത്തെക്കുറിച്ചൊരു പദ്യം ചൊല്ലുന്നതാണോ, പ്രളയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണോ, പ്രളയത്തെക്കുറിച്ച് ഉപന്യാസ രചന നടത്തുന്നതാണോ? ഇനി പ്രളയം എന്താണെന്ന് നമുക്ക് IT ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഓപ്ഷൻ സി ആണ് ഏറ്റവും നല്ലത്. 18ാമത്തെ ചോദ്യം, വിദ്യാർത്ഥി കേന്ദ്രീകൃത രീതിയാണ് പ്രസംഗരീതി, ഡെമോൺസ്ട്രേഷൻ രീതി, പ്രൊജക്ട് രീതി, ടെക്സ്റ്റ് ബുക്ക് രീതി? വിദ്യാർത്ഥി കേന്ദ്രീകൃത രീതി. പ്രസംഗരീതി അധ്യാപക കേന്ദ്രീകൃത രീതിയാണ്. ഡെമോൺസ്ട്രേഷൻ അധ്യാപക കേന്ദ്രീകൃത രീതിയാണ്. ടെക്സ്റ്റ് ബുക്ക് രീതി അധ്യാപക കേന്ദ്രീകൃത രീതിയാണ്. പ്രൊജക്റ്റ് രീതിയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃത രീതി. 19ാമത്തെ ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തപ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? തെറ്റായ പഠനം,
പ്രതിരോധ തന്ത്രങ്ങൾ, സ്വപ്നം കാണുന്നത്, ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത്. മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘുമാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് തെറ്റായ പഠനമാണോ? അല്ല. പ്രതിരോധ തന്ത്രങ്ങളാണോ? അല്ല. സ്വപ്നം കാണുന്നതാണോ? അല്ല. പകരം എന്താണ്? ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നതാണ്. ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത്. 20ാമത്തെ ചോദ്യം, ടീച്ചിങ് മാനുവൽ അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം, അധ്യാപിക നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ, വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയം നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ. ടീച്ചിങ് മാനുവൽ അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അധ്യാപിക നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. അധ്യാപക നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ. അപ്പോൾ 20 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. 20ൽ 20 വാങ്ങിയവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാളെ പരീക്ഷയാണ്, ധൈര്യമായിട്ട് പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. LPക്കും ചെയ്തിട്ടുണ്ട്, UPക്കും ചെയ്തിട്ടുണ്ട്. UPക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് കണ്ട് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോവുക, നേരത്തെ ഇറങ്ങുക. ഇനിയും ഒരു ക്ലാസ് കൂടി നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. നമ്മുടെ നല്ല അവസരമാണ്, LP ആണ്, നല്ലൊരു അവസരമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതുക, വിജയിച്ചു വരിക. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. പ്രാർത്ഥനയും അതുപോലെ തന്നെ വിജയാശംസകളും.